ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരാകെ തേടിയ സത്യം നീ, പാരിങ്കൽ വന്നൊരു സൗന്ദര്യം നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. പാരിനെ വിണ്ണാക്കും ആത്മശില്പി നീ, പാലാഴി തീർക്കും പരമാത്മൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൻ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പാതിരാവിൻ്റെ ജ്ഞാനപ്രകാശം നീ, പരമമന്ത്രമേകിയ സദ്ഗുരു നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. പടരും ജ്ഞാനാഗ്നി ഉരുകും ശോഭയിൽ പാവനൻ സത്യ ശിവസുന്ദരൻ നീ. ശിവനേ എൻ സ്മൃതിരൂപനേ, ശിവനേ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാന സാഗരത്തിൽ ശിവസ്നേഹത്തിര ചേരും മാനസത്തിൽ, ശിവനേ എൻ സ്മൃതിരൂപനേ.
पल में कमाई है।
ओम शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ശിവബാബക്ക് യാദ് ഹെ. ഇന്ന് മുരളി ഡേറ്റാണ് 12/11/2025. ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യം: मीठे बच्चे, तुम ड्रामा के खेल को जानते हो, इसलिए शुक्रिया मानने की भी बात नहीं है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഡ്രാമയുടെ കളികളെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. ഡ്രാമയുടെ കളികളെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ നന്ദി രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ അഥവാ സംഭവിക്കുമ്പോൾ നല്ലത്, അപ്പോൾ നമ്മൾ എന്ത് പറയും? താങ്ക്സ് എന്ന് പറയും. അപ്പോൾ ബാപ്പണ് അതിൻ്റെ ആവശ്യം ഇല്ല. प्रश्न: सर्विसेबल बच्चों में कौन सी आदत बिल्कुल नहीं होनी चाहिए? സർവീസേബിൾ ആയിരിക്കുന്ന മക്കളിൽ തികച്ചും ഇല്ലാതിരിക്കുന്നതിൻ്റെ സർവീസേബിൾ ആയിരിക്കുന്ന മക്കളിൽ ഇല്ലാൻ പാടില്ലാത്ത. ഓം ശാന്തി. ശിവബാബക്ക് യാദ് ഹെ. ഇന്ന് മുരളി ഡേറ്റാണ് 12/11/2025. ഓം ശാന്തി. ശിവബാബക്ക് യാദ് ഹെ.
ഇന്ന് മുരളി ഡേറ്റ് 12/11/2025. ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യം. मीठे बच्चे तुम ड्रामा के खेल को जानते हो, इसलिए शुक्रिया मानने की भी बात नहीं. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഡ്രാമയുടെ കളിയെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ നന്ദി രേഖപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. പ്രശ്ന, സർവീസേബിൾ ബच्चों में कौन सी आदत बिल्कुल नहीं होनी चाहिए. സർവീസേബിളായിരിക്കുന്ന മക്കളിൽ ഏതൊരു ശീലമാണ് ഒരിക്കലും പാടില്ലാത്തത്? സർവീസേബിളായിരിക്കുന്ന മക്കളിൽ ഏത് ശീലമാണ് പാടില്ലാത്തത്? ഉത്ത മാംഗനേക്ക് എന്ന് വെച്ചാൽ യാചിക്കുന്ന ശീലം. തുമേ ബാപ് സെ ആശീർവാദ് യാ കൃപ ആദി മാംഗനെ കി ജറൂറത്ത് നഹി. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികൾ ബാബയിൽ നിന്നും ആശീർവാദം യാചിക്കുക അല്ലെങ്കിൽ കൃപ കാണിക്കൂ എന്ന് പറയുക, ഇതിൻ്റെ ആവശ്യം തന്നെയില്ല. തും കിസി സെ പൈസേ ബി നഹി മാങ് സക്തേ ഹോ. നിങ്ങൾ ആരോടും തന്നെ പണം യാചിക്കേണ്ട ആവശ്യവുമില്ല. മാംഗനെ സെ മർന ബല. യാചിക്കുന്നതിനേക്കാളും മരിക്കുന്നതാണ് ഉത്തമം. तुम जानते हो ड्रामा अनुसार कल पहले जिन्होंने बीज बोया होगा वो बोएंगे. जिनको अपना भविष्य पद ऊंच बनाना होगा वो ज़रूर सहयोगी बनेंगे. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നു, ഡ്രാമ അനുസരിച്ച് കൽപ്പം മുമ്പ് ആരാണോ വിത്ത് വിതച്ചത് അവർ തന്നെയാണ് ഇപ്പോഴും വിത്ത് വിതയ്ക്കുക. ആരാണോ തൻ്റെ ഭാവിയിൽ ഉയർന്ന പദവി ഉണ്ടാക്കിയത് അവർ തന്നെയായിരിക്കും ഇപ്പോഴും സഹയോഗികളാകുന്നതും. തുമാര കാം ഹേ സർവീസ് കർണ. നമ്മുടെ ഡ്യൂട്ടി എന്താ? സർവീസ് ചെയ്യുക എന്നത്. തും കിസി സേ കുച്ച് മാങ് നഹി സക്തേ. അതുകൊണ്ട് നിങ്ങൾ ആരോടും ചോദിച്ച് എന്ന് വെച്ചാൽ യാചിക്കേണ്ട ആവശ്യമില്ല. ഭക്തി മേ മാങ്ന ഹോത്ത ജ്ഞാൻ മേ നഹി. ഭക്തിയിലാണ് യാചന, ബാബയുടെ ജ്ഞാനമാർഗത്തിൽ അല്ല. ഗീത് തുംകോ സഹാര ദേനെ വാലെ. നിങ്ങൾക്ക് മുജ്കോ സഹാര ദേനെ വാലെ, അതായത് എനിക്ക് ആശ്രയം നൽകുന്നവനെ എന്നൊരു പാട്ടാണ്. ഓം ശാന്തി. ये बच्चों के अंदर से शुक्रिया अक्षर बाप टीचर गुरु के लिए नहीं निकल सकता, क्योंकि बच्चे जानते खेल बना हुआ. അപ്പോൾ ബാബ പറയുന്ന മക്കളുടെ ഉള്ളിൽ നിന്നും അച്ഛനോടാകാം, ടീച്ചറോടാകാം, ഗുരുവിൻ്റെ രൂപത്തിൽ ബാബയോടാകാം ഒരിക്കലും നന്ദി രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ബാബ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്, ഈ ഡ്രാമ ഒരു കളി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ശുക്രിയ ആദിക്ക് ബാത് നഹി. അതുകൊണ്ട് ബാബുന് ശുക്രിയ അഥവാ താങ്ക്സ് പറയേണ്ട കാര്യമില്ല. യെ ബി ബച്ചേ ജാനത്തെ സബ് ഡ്രാമാനുസാർ ഹേ. കാരണം മക്കൾക്ക് അറിയാം ഇതെല്ലാം തന്നെ ഡ്രാമ അനുസരിച്ച് നടക്കുന്നതാണ്. ഡ്രാമ എന്നുള്ള അക്ഷരം ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. കേൽ അക്ഷർ കഹ്നെ സെ ഹി സാരാ കേൽ തുമാരി ബുദ്ധി മേ ആ ജാത്ത. ഡ്രാമ എന്നുള്ളത് നമ്മുടെ ബുദ്ധിയിൽ വരാറുണ്ട്. അതേസമയത്ത് ഈ ഡ്രാമ ഒരു കളിയാണെന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ബാബ പറഞ്ഞു തരണം, മുഴുവൻ ഡ്രാമയെക്കുറിച്ചുള്ള രഹസ്യം നമ്മുടെ ബുദ്ധിയിൽ വരും. മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂലവദനവും കൂടി നമുക്ക് ആ അറിവും കൂടി നമ്മുടെ ബുദ്ധിയിൽ വരും. യെ ബി ജാനത്തെ അബ് കേൽ പൂരാ ഹോത്ത. ഇപ്പം നമുക്ക് മൊത്തം രഹസ്യം അറിയാം. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഈ ഡ്രാമയുടെ പൂർണ്ണമായിരിക്കുന്ന എല്ലാ സീനും കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? ഇത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ബാബ് ആക്ക് തുംകോ ത്രികാലദർശി ബനാത്തേ ഹെ. അപ്പോൾ ബാബ വന്നിരിക്കുകയാണ്, നിങ്ങൾ കുട്ടികളെ ത്രികാലദർശികളാക്കി മാറ്റുകയാണ്. തീനോ കാലോ തീനോ ലോകോ ആദി മധ്യാന്ത് കാ രാസ് സംജാത്തേ ഹെ. 3 കാലങ്ങളെക്കുറിച്ചും 3 ലോകങ്ങളെക്കുറിച്ചും ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ബാബ മനസ്സിലാക്കി തരുന്നു. കാൽ സമയ്ക്കോ കഹാജാത്ത. കാലൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും കാലെന്ന് പറയുമ്പോൾ എന്താണ്? അതായത് 3 കാലങ്ങളെക്കുറിച്ചെന്ന് പറയുമ്പോൾ ബാബ പറഞ്ഞ സമയത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. യെ സബ് ബാത്തെ നോട്ട് കർണേ ബിഗ യാദ് നഹി റഹ് സക്തി. ഇതൊക്കെ നമ്മൾ മനസ്സിൽ കുറിച്ച് വെക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച് വെക്കേണ്ട കാര്യമാണ്. എന്നാൽ മാത്രമേ ഇതൊക്കെ പോയിന്റ്സ് ഓർമ്മ വരികയുള്ളൂ.
तुम बच्चे तो बहुत पॉइंट्स भूल जाते हो ड्रामा के ഡ്യൂറേഷൻ को भी तुम जानते हो. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾ ധാരാളം ബാബയുടെ ജ്ഞാന പോയിന്റ്സുകൾ മറന്നു പോകാറുണ്ട്. ഡ്രാമയുടെ സമയം എന്ത്, കാലാവധി എന്ത്, ഇതും കൂടി നിങ്ങൾ കുട്ടികൾക്കറിയാം. നിങ്ങൾ ത്രിനേത്രികളും ത്രികാലദർശികളുമായി മാറിയിരിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ മൂന്നാം നേത്രം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. सबसे बड़ी बात है कि तुम आस्तिक बन जाते हो. ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യമാണ് നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ആസ്തികരായി മാറുകയാണ്. അല്ലായിരുന്നു എങ്കിൽ നമ്മളും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ അനാഥരായിരുന്നു, നാഥനുണ്ടായിരുന്നില്ല. ഈ ജ്ഞാൻ തും ബച്ചോ കോ മിൽ രഹാ ഹെ. ഈ എല്ലാ അറിവുകളും ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻറ്റ് की बुद्धि में सदैव नॉलेज मंथन होती. ये भी നോളേജ് ആണ്. ഇതുപോലെ വിദ്യാർത്ഥികളുടെ ബുദ്ധിയിൽ അന്നന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനനം ചെയ്യില്ലേ, അതേപോലെ തന്നെ ബാബ പറയണ ഇതും കൂടി ജ്ഞാനമാണല്ലോ. ഉയർന്നതിലും ഉയർന്ന ബാബയാണ് ഈ ജ്ഞാനം നൽകുന്നത്. അതും ബാബ പറയണ ഈ ബാബ സൃഷ്ടിയിൽ വരുന്നതും ജ്ഞാനം നൽകുന്നത് ഇതൊക്കെ ഡ്രാമ അനുസരിച്ചാണ്. ഡ്രാമ അക്ഷരം എന്നുള്ളത് നിങ്ങളുടെ മുഖത്തിൽ മാത്രമേ വരാൻ സാധിക്കുള്ളൂ. കാരണം ബാബയുടെ കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ജ്ഞാനം ഉള്ളൂ. അതുകൊണ്ട് അവർ ഏതൊരു കാര്യം പറയുമ്പോൾ ഇതൊക്കെ ഡ്രാമയാണെന്ന് പറയും. സോബി ജോ ബच्चे സർവീസ് മേ തത്പർ. ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് ആരാണോ കുട്ടികൾ സർവീസിൽ മുഴുകിയിരിക്കുന്നത് അവരെപ്പോഴും ഈ ഒരു ഡ്രാമയെക്കുറിച്ച് പറയും. അബി തും ജാൻതേ ഹോ ഹം ഓർഫൻ തേ. ഇപ്പോൾ നമുക്കറിയാം നമ്മളായിരുന്നു അനാഥർ. अब बेहद का बाप धनी मिले तो धन के बने. ഇപ്പോൾ പരിധിയില്ലാത്ത അച്ഛൻ നാഥനെ കിട്ടിയപ്പോൾ നമ്മൾ സനാതനരായി. പെഹലെ തും ബേഹദ് കെ ഓർഫൻ തേ. ബാബയെ കിട്ടുന്നതിനു മുൻപ് നമ്മൾ പരിധിയില്ലാത്ത അനാഥരായിരുന്നു. ബേഹദ് കാ ബാബ് ബേഹദ് കാ സുഖ് ദേനെ വാലാ ഹെ. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആരെയാണ്? പരിധിയില്ലാത്ത അച്ഛനെ. പരിധിയില്ലാത്ത സുഖം നൽകുന്നവനാണ്. ബാബ പറയണ ഓർ കൊയ് ബാപ്പ് നഹി ജോ ഐസാ സുഖ് ദേത്താ ഹോ. ഈ ലോകത്തിൽ മറ്റൊരച്ഛനും ഉണ്ടാകുന്നില്ല അത്തരത്തിൽ നമുക്ക് സുഖം നൽകാൻ പറ്റുന്ന വിധത്തിലുള്ള മറ്റൊരു അച്ഛൻ. അതായത് 84 ജന്മങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും അങ്ങനെ ഒരു അച്ഛനെ നമുക്ക് കിട്ടാറില്ല. നയി ദുനിയ പുരാനി ദുനിയ യെ സബ് തും ബച്ചോं की बुद्धि में है. ഇപ്പം പുതിയ ലോകത്തെക്കുറിച്ചും പഴയ ലോകത്തെക്കുറിച്ചും ഇപ്പം എല്ലാ അറിവും നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. പരന്തു ഔറോं को भी യഥാർത്ഥ രീതി സംജായി. നമ്മളുടെ ബുദ്ധിയിൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ ബാബ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഈ ഈശ്വരീയ ദണ്ഡേമേ ലഗ് ജായ്. ഇതൊരു ഈശ്വരീയ കർമ്മമാണ്, ദൗത്യമാണ്. ബാപ്പണ് ഇതിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കും. ഹരേക്കൊക്കെ സർക്കംസ്റ്റൻസ് അപ്പനെ അപ്പനെ ഹോത്തി. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല സാഹചര്യം. അപ്പോൾ ബാപ്പണ് ഓരോരുത്തർക്കും അവരവരുടേതായിരിക്കുന്ന ബാബ പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ബാപ്പണ് ബാബയുടെ സേവനത്തിൽ മുഴുകണം. समझा भी वो सकेंगे जो याद की यात्रा में होगा. ബാബ പറഞ്ഞ ഓർമ്മയുടെ യാത്രയിൽ ആരാണോ ഇരിക്കുന്നത്, ഓർമ്മയുടെ യാത്രയിൽ താല്പര്യമുള്ളത് അവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. യാദ് സേ ബൽ മിൽത്താ ഹേന. ബാബ പറഞ്ഞ ഓർമ്മയിൽ കൂടിയാണല്ലോ ശക്തി ലഭിക്കുന്നത്. ബാബ് ഹൈഹി ജൗഹർദാർ തൽവാർ. കാരണം ബാബ അത്തരത്തിൽ മൂർച്ചയേറിയ വാളാണ്. തും ബച്ചോं को ജൗഹർ ബർനാ ഹെ. അതേപോലെ നമ്മൾ കുട്ടികൾ നമ്മളുടെ ഉള്ളിൽ ആ ഒരു മൂർച്ചയെ കൂട്ടണം. യോഗബൽ സെ വിശ്വ കി ബാദ്ഷാഹി പാത്തേ ഹോ. ബാബ പറഞ്ഞ യോഗബലത്തിൽ കൂടി പറഞ്ഞ യോഗത്തിൻ്റെ ശക്തി നമ്മളിൽ കൂട്ടണം. കാരണം ആ ശക്തിയിലൂടെയാണ് വിശ്വരാജ്യാധികാരം നേടുന്നത്. യോഗ സെ ബൽ മിൽത്താ ഹെ ജ്ഞാൻ സെ നഹി. ബാബ പറഞ്ഞ നമ്മളിൽ ശക്തി നിറയ്ക്കുന്നത് എപ്പോഴാണ്? ഏതിൻ്റെ ആധാരത്തിൽ? യോഗബലത്തിൽ കൂടി, അല്ലാതെ ബാപ്പണ് ജ്ഞാനത്തിൽ കൂടിയല്ല. ബച്ചോं को समझाया नॉलेज सोर्स ऑफ इनकम है. योग को बल कहा जाता है. ബാപ്പണ് ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് എന്താ? സമ്പാദ്യത്തിനുള്ള മൂലാധാരമാണ് അറിവ്. അതേ സമയത്ത് ബാബ പറയുന്ന ശക്തി എന്ന് പറയുന്നത് യോഗത്തിൽ കൂടി നേടുന്നതാണ്. അതുകൊണ്ട് ബാപ്പണ് യോഗത്തിനും ജ്ഞാനത്തിനും രാവും പകലിൻ്റെ അന്തരമുണ്ട്. അബ് योग अच्छा या ज्ञान अच्छा योग ही नामी ग्रामी है. അപ്പോൾ നമ്മൾ ഇത് രണ്ടിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ യോഗമാണോ ഉത്തമം, ജ്ഞാനമാണോ ഉത്തമം എന്ന് ചോദിച്ചാൽ ഇന്ന് വളരെയധികം പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത് യോഗത്തിനാണ്. योग അർത്ഥാത് ബാബ കി യാദ് അല്ലേ? യോഗ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ എന്താ? ബാബയുടെ ഓർമ്മ.
ബാബ കേത്തെ ഇസ് യാദ് സേ ഹി തുമാരെ പാപ് കട്ട് ജായെങ്കെ. ബാബ പറയുകയാണ്, ബാബയോടുള്ള ഓർമ്മ, അതിൽ കൂടിയാണ് പാപങ്ങൾ നശിക്കുക. ഇസ് പർ ഹി ബാബ് ജോർ ദേത്ത. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഏറ്റവും കൂടുതൽ ബാബ ആജ്ഞാപിക്കാറുള്ളത് എന്താ? എന്നെ ഓർമ്മിക്കൂ, എന്നെ ഓർമ്മിക്കൂ. ജ്ഞാൻ തോ സഹജ്. ബാപ്പയുടെ ജ്ഞാനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അതേസമയത്ത് യോഗ എന്ന് പറയുന്നത് വളരെയധികം പ്രയത്നിച്ച് നേടേണ്ട അവസ്ഥയാണ്. ജ്ഞാൻ और योग दोनों है सेकंड का काम. പക്ഷെ ബാപ്പന് ഇത് രണ്ടും ഒരു സെക്കൻഡിൻ്റെ കാര്യമാണ്, ജ്ഞാനാണെങ്കിലും യോഗ ആണെങ്കിലും. ബസ് ഹം ആത്മാ ഹെ, ഹംകോ ബാപ്കോ യാദ് കർണ. അതായത് ഒന്ന് അറിവ്, ഞാൻ ആത്മാവാണ് എന്നുള്ള അറിവ്. രണ്ടാമത്തത് ആ അറിവിലൂടെ അച്ഛനെ ഓർമ്മിക്കുക എന്നുള്ളത്. പക്ഷെ ബാബയെ ഓർമ്മിക്കുക എന്നുള്ളത് വളരെയധികം പ്രയാസമാണ്. യാദ് കി യാത്രാമേ रहने से शरीर की जैसे विस्मृति होती जाती. ബാബയുടെ ഓർമ്മയിലിരിക്കുമ്പോഴേ ബാപ്പന് സ്വാഭാവികമായിട്ട് എന്താകും? ശരീരം വിസ്മൃതിയാകാൻ തുടങ്ങും. घंटा भर भी ऐसे अशरीरी होकर बैठो तो कितने पावन हो जाएंगे. മണിക്കൂറോളം നമ്മൾ അത്തരത്തിൽ ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ, അശരീരി അവസ്ഥയിലിരിക്കുകയാണെങ്കിൽ, ബാബ പറഞ്ഞ എത്ര പെട്ടെന്ന് പാവനമായി തീരാം. मनुष्य रात को कोई 6-8 घंटे नींद करते हैं तो अशरीरी हो जाते हैं ना. ഇതുപോലെ മനുഷ്യർ രാത്രി ഉറങ്ങുന്ന വേളയിൽ എത്ര കാലം പറഞ്ഞാൽ എത്ര സമയം അവർ ഉറങ്ങുന്നു? 6 മണിക്കൂർ 8 മണിക്കൂറും. ആ ഉറങ്ങുന്ന സമയം അവർ അശരീരിയായിട്ടല്ലേ ഉറങ്ങാറുള്ളത്. ശരീരത്തിൻ്റെ ബോധം അവരുടെ ഉള്ളിലുണ്ടാവില്ല. ഉസ് സമയമേ കൊയ് വികം നെഹി ഹോത്താം. അങ്ങനെ ഒരു ഉറക്കത്തിൽ കിടക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള വികർമ്മം സംഭവിക്കില്ല. ആത്മാ തക്ക് സോ ജാത്തി ഹെ. അത്രയും നീണ്ടൊരു ഉറക്കം, ആത്മക്ഷീണിതനായി ഉറക്കുന്ന അവസ്ഥ. ഐസെ ബി നെഹി കൊയ് പാപ് വിനാശ് ഹോ ജാത്ത. പാപ്പൻ ആ ഉറക്കത്തിൽ ശരീരം മറക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് വികർമ്മം ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല, പാപം നശിക്കുകയില്ല. നെഹി വോഹെ നീന്ത്. ബാബ പറഞ്ഞ അതൊരു അശരീരി അവസ്ഥയാണ്, പക്ഷെ ബാപ്പൻ അതിനെ ഉറക്കമെന്ന് വിളിക്കും. വികർമ്മങ്ങൾ സംഭവിക്കില്ല, എന്നാൽ വികർമ്മം വിനാശമാവുകയുമില്ല. നീന്ത് നാ കരേ തോ പാപ്പി കർത്തേ രഹെങ്കിന. ബാപ്പൻ ആ ഒരു രാത്രിയുടെ വേളയിൽ അവർക്ക് ഉറക്കമില്ല എങ്കിൽ ബാപ്പന് പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. തോ നീന്ത് ബി ഏക്ക് ബച്ചാവ് ഹെ. അപ്പോൾ ഉറക്കത്തിൽ പോവുക ബാപ്പന് വികർമ്മത്തിൽ നിന്നൊരു രക്ഷപ്പെടലാണ്. सारा दिन सर्विस कर आत्मा कहती है मैं अब सोता हूँ, അശരീരി ബൻ ജാത്താ ഹൂം. മുഴുവൻ ദിവസം, അതായത് പകൽ മുഴുവനും ജോലി എടുത്തു കഴിഞ്ഞാൽ ആത്മാവ് ക്ഷീണിതനാകുമ്പോഴാണ് ആത്മാവ് ശരീരത്തിന് ആ ഒരു ആജ്ഞാപിക്കുന്നത്, ഇനി ക്ഷീണമായി ഇനി ഉറങ്ങാമെന്നുള്ളത്, അശരീരിയായി മാറാമെന്നുള്ളത്. തുമക്കോ ശരീർ ഹോത്തെ അശരീരി ബന്ന. ബാപ്പണ് ഇവിടെയോ രാത്രിയുടെ വേളയിലുള്ള ആ ഒരു അശരീരി അവസ്ഥയല്ല. ബാബ പറഞ്ഞു തരണം, നിങ്ങൾ കോൺഷ്യസ് മൈൻഡോടുകൂടി ശരീരത്തിലാണെങ്കിലും കർമ്മം ചെയ്യുമ്പോഴും എനിക്ക് അശരീരിയാണ് എന്നുള്ള ബോധത്തിൽ ഇരിക്കാൻ പറ്റണം. ഹം ആത്മീയ ശരീർ സെ ന്യാരി ഹെ ശാന്ത സ്വരൂപ് ഹെ. എപ്പോഴും ഏത് ജ്യോതി പ്രകാശിക്കണം, പറഞ്ഞാൽ ഏത് സ്മൃതിയാണ് ഉണർന്നിരിക്കേണ്ടത്? ഞാൻ ആത്മ ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ്, ശാന്തസ്വരൂപനാണ്. ആത്മാക്കി മഹിമ കബി നഹി സുനി ഹോഗീന. നമ്മൾ ഇതുവരെ ഒരിക്കൽ ആത്മാവിൻ്റെ മഹിമകളൊന്നും കേട്ടിട്ടില്ലല്ലോ. ആത്മസച്ചിത് ആനന്ദ സ്വരൂപേ. ആത്മാവിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ആത്മ സത്യവും ചൈതന്യവും ആനന്ദ സ്വരൂപനുമാണ്. പരമാത്മാക്കി മഹിമ ഗാത്തേഹിക്ക് സത്യ ചൈതന്യ ഹെ. അതേപോലെ പരമാത്മാവിൻ്റെ മഹിമയും സത്യവുമാണ്, ചൈതന്യവുമാണ്. അതേ സമയത്ത് ബാബ ആനന്ദ സ്വരൂപനല്ല, പകരം എന്താ? സുഖശാന്തി ആനന്ദത്തിൻ്റെ സാഗരമാണ്. अब तुमको फिर कहेंगे മാസ്റ്റർ, ബച്ചേക്കോ മാസ്റ്റർ ബി കേത്തേന. അപ്പോൾ ബാബ സാഗരമാകുമ്പോൾ നമ്മളൊക്കെ ആരായി? മാസ്റ്റേഴ്സായി അല്ലേ? പരമാത്മാവിൻ്റെ മക്കളായിരിക്കുന്ന നമ്മൾ അവർക്ക് തുല്യം എന്ന് വെച്ചാൽ മാസ്റ്റർ സാഗേഴ്സാണ്. തോ ബാബ് യുക്തിയാബി ബത്ലാത്തേ റഹത്തെ. നമ്മളുടെ ഉള്ളിൽ എങ്ങനെയാണ് ആത്മസ്മൃതി ഉണ്ടാകേണ്ടത്, എങ്ങനെ അശരീരിയായിരിക്കണം, ബാബ എല്ലാ യുക്തികളും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു തരികയാണ്. ഐസെ ബി നെഹി സാരേ ദിൻ നീന്ത് കർണി ഹെ. അശരീരി എന്ന് പറഞ്ഞ് മുഴുവൻ ദിവസം ഉറക്കത്തിൽ പോവുക അല്ല. തുമക്കോ തോ യാദ് മേ രഹ് പാപ്പോം കോ വിനാശ് കർണ. പകരം ബാപ്പന് സ്വബോധത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ, അല്ലേ, ഉറക്കത്തിലല്ല, ബാപ്പന് സ്വബോധത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ബാബയെ ഓർമ്മിക്കണം. അതിൽ കൂടി പാപങ്ങളുടെ നാശമുണ്ടാക്കണം. ജിത്തനാ ഹോ സക്കെ ബാപ്കോ യാദ് കർണ. ആത്മാവിൽ പിടിച്ചിരിക്കുന്ന പാപത്തിൻ്റെ കറകളെ ഇല്ലാതാക്കാൻ വേണ്ടി ബാബപ്പന് കഴിയുന്നത്രയും ബാബയെ ഓർമ്മിക്കും.
ഐസെ ബി നഹി ബാപ്പ് ഹമാരെ ഊപ്പർ റഹം വ കൃപ കരെ, അതിനു വേണ്ടിയിട്ട് ബാബ എന്നോട് ദയ കാണിക്കട്ടെ, കൃപ കാണിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. പകരം യേ ഉൻക ഗായൻ ഹേ റഹം ദിൽ ബാദ്ഷാ, ശരിയാണ്, ബാബയ്ക്കുള്ള ഗായനം എന്താ, മഹിമ എന്താ, ദയാഹൃദയിയായ ചക്രവർത്തി എന്നുള്ളതാണ്. യേ ബി ഉൻക പാർട്ട് തമോ പ്രധാൻ സെ സത്തോ പ്രധാൻ ബനാന, ഇതൊക്കെ ബാബയുടെ ഒരു പാർട്ടാണ്. തമോ പ്രധാനത്തിൽ നിന്ന് സത്തോ പ്രധാനമാക്കി മാറ്റുക. ഭക്ത ജനങ്ങൾ എത്രമാത്രം ബാബയുടെ മഹിമ പാടാറുണ്ട്. തും സിർഫ് മഹിമ നഹി ഗാനി ഹെ, ബാപ്പൺ അത്തരത്തിൽ ഇവിടെ ഇരുന്ന് ബാബയുടെ മഹിമകൾ മാത്രം പാടിക്കൊണ്ടിരുന്നാൽ പോരാ. യേ ഗീത് ആദി ബി ദിൻ പ്രതിദിൻ ബന്ദ് ഹോത്തെ ജാത്തെ, ബാബ പറഞ്ഞിപ്പോൾ പാട്ടുകളും മഹിമകളും കീർത്തനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബാബ പറഞ്ഞു തരാണ്, ഇവിടെ നമ്മൾ പാട്ടിട്ട് യോഗം ചെയ്യാം. ഇനി ബാബ പറയുന്ന ദിവസം പോകുന്തോറും എന്താകും, ഇതൊക്കെ പതിയെ 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 തന്നെ നിർത്തലാകും. സ്കൂൾ മേ കബി ഗീത് ഹോത്താ ഹേ ക്യാ, എവിടെയും കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പാട്ട് വെച്ചുകൊണ്ട് ക്ലാസ് എടുക്കുക, അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. ബച്ചേ ശാന്തമേ ബൈട്ടേ രഹത്തെ, ടീച്ചർ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായി ശാന്തരായി ഇരുന്ന് കേൾക്കും, പഠിക്കും. ടീച്ചർ ആത്താത്തെ ഉടുക്ക് കടേ ഹോത്തെ ഫിർ ബൈഠത്തെ, ക്ലാസ് മുറിയിലേക്ക് ടീച്ചർ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ പറയും, അതിനുശേഷം ഇരിക്കും അല്ലേ, ആ ഒരു റെസ്പെക്റ്റ് കാണിക്കും. ये बाबा कहते मुझे तो पार्ट मिला हुआ है पढ़ाने का, सो तो पढ़ाना ही है. ഇവിടെ ബാബ പറയാണ്, എനിക്ക് പാർട്ട് ലഭിച്ചിരിക്കുകയാണ്, പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞ പഠിപ്പിച്ചേ മതിയാകും. തും ബച്ചോക്കോ ഉട്ടനേക്ക് ദർക്കാർ നഹി, ബാബ ക്ലാസ്സിൽ വരുമ്പോൾ ബാബയുടെ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് അതിൻ്റെ ആവശ്യമില്ല. ആത്മാക്കോ ബൈട്ട് സുന്നാ ഹെ, ബാപ്പൺ ഇവിടെ ആത്മാവ് ആ ഒരു കോൺഷ്യസോട് കൂടി ഇരുന്ന് വേണം ബാബയുടെ മുരളി കേൾക്കാൻ. തുമാരി ബാത്തി സാരി ദുനിയാസെ ന്യാരി ഹെ, അതുകൊണ്ട് ബാപ്പണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ ലോകത്തിൽ നിന്ന് തന്നെ വേറിട്ടതാണ്. ബച്ചോങ്കോ കെഹെങ്കി ക്യാത്തും മുട്ടോ അല്ലേ, ബാബ പറയുന്ന അച്ഛൻ മുന്നിൽ വരുമ്പോൾ മക്കളോട് എഴുന്നേറ്റ് നിൽക്കുന്നു പറയില്ല. ഒത്തോ ഭക്തി മാർഗമേ കർത്തെ യഹാനഹി, അതൊക്കെ ഭക്തി മാർഗത്തിലാണ് ചെയ്യുക. तो बाप तो खुद उठकर नमस्ते करते, ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് അല്ലേ. ബാബ എഴുന്നേറ്റ് നിന്ന് മക്കൾക്ക് നമസ്തേ പറയും. स्कूल में अगर बच्चे देर से आते तो टीचर या तो रूल लगाएंगे या बाहर में खड़ा कर देंगे. അതായത് ബാബ പറഞ്ഞു തരുന്ന വിദ്യാർത്ഥി സ്കൂളിൽ വരാൻ വൈകി പോയെങ്കിൽ ഒന്നില്ലെങ്കിൽ ശിക്ഷിക്കും, അല്ലെങ്കിൽ എന്താകും, ഫൈൻ അടപ്പിക്കും. അതായത് പുറത്ത് നിർത്തുകയാണ് ചെയ്യുക. ഇസ്ലിയെ ഡർ रहता टाइम पर पहुँचने का, അതുകൊണ്ട് തന്നെ അവിടെ സ്കൂൾ കുട്ടികളുണ്ടാകും, നേരത്തെ തന്നെ സ്കൂളിലെത്താനുള്ള പ്രയത്നം ചെയ്യും, അവരെത്തിയിരിക്കും. യഹാത്തോ ഡർ കി ബാത്ത് നഹി, ഇവിടെ അങ്ങനെ ഒരു ഭയം ഇല്ല. അതുകൊണ്ട് എന്താകും, 7 മണിക്ക് മുരളി ക്ലാസ് ആണെങ്കിൽ അവർ ആറാംസെ വരും, 8 മണി ഭോഗ വെക്കുമ്പോൾ വരും. ബാപ്പൺ ഈ തരത്തിലാണ്. ചിലവർക്ക് ബസ് കിട്ടാണ്ടായിരിക്കാം, പക്ഷെ ചിലവർക്കൊക്കെ എന്താണ് നിത്യേനുള്ള ഒരു ശീലമായി പോകും. ബാബ വന്നു കഴിഞ്ഞാലും അവർ അതെല്ലാം കഴിഞ്ഞിട്ട് എത്തുകയുള്ളൂ. കാരണം ബാപ്പണ് ഇവിടെ പേടിക്കേണ്ടല്ലോ, പുറത്ത് നിർത്തൂല്ല, ഫൈനും ഇല്ല. तो बाप समझाते रहते മുരളിയാ മിൽത്തി रहती वो रेगुलर पढ़नी है. അപ്പോൾ ബാബ പറയാണ്, നിങ്ങൾക്ക് മുരളിയൊക്കെ കിട്ടാറുണ്ടല്ലോ, അതുകൊണ്ട് നിരന്തരം പഠിക്കണം. മുരളി പഠോത്തോ തുമാരി പെർസെൻറ്റേജ് മാർക്ക് പടേ. ബാബ പറയണ മുരളിയൊക്കെ നിങ്ങൾ നിത്യേന നിയമാനുസരിച്ച് നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ അതിൽ മാർക്ക് കിട്ടും. നെയ്ത്തോ ആബ്സെൻറ്റ് പഠിച്ചായേക്ക, ഒരു ദിവസം മുരളി കേട്ടില്ല എങ്കിൽ ബാപ്പൺ അന്ന് ആബ്സെൻ്റ് ആയിരിക്കും. ക്യോങ്കി ബാബ കേത്തി തുമക്കോ ഗുഹ്യ ഗുഹ്യ ബാത്തെ സുനാത്താ ഹൂം, കാരണം ബാബ പറഞ്ഞു തരാണ്, അതിലൊക്കെയാണ് ഞാൻ ഗുഹ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും ഞാൻ മക്കളെ കേൾപ്പിക്കാം. അഗർ തും മുരളി മിസ് കരോഗേ തോ, ബാബ പറഞ്ഞു ഒരുപക്ഷെ നിങ്ങൾ മുരളി മുടക്കുകയാണെങ്കിൽ, കേൾക്കുന്നില്ല എങ്കിൽ വോ പോയിൻറ്റ്സ് മിസ് ഹോ ജായേഗി. അപ്പോൾ ബാബ അന്നന്ന് മുരളിയിൽ എന്താണോ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച പോയിൻറ്റ്സുകൾ അതൊക്കെ നമുക്ക് മിസ്സാകും. യഹി നെയ് ബാത്തെ ജോ ദുനിയാമേ കോയി നഹി ജാൻത, ഇതൊക്കെ പുതിയ കാര്യങ്ങളാണല്ലോ, പക്ഷെ ഇതൊന്നിനെ കുറിച്ചും ലോകം അറിയുന്നില്ല. തുമാരെ ചിത്ര ദേക്കർ ഹി ചക്രിത്തോ ജാത്ത കോയി ശാസ്ത്രോ മേ ബി നഹി, ഭഗവാനെ ചിത്ര ബനായത്തെ. ബാപ്പണി കോഴ്സ് പിക്ചേഴ്സ് ഏതൊക്കെയാണോ ഇതൊക്കെ ജനങ്ങൾ കണ്ട അവർക്ക് വലിയ ആശ്ചര്യം തോന്നും, അത്ഭുതം തോന്നും. കാരണം ശാസ്ത്രങ്ങളിൽ ഇങ്ങനെക്കുറിച്ചുള്ള യാതൊരു ജ്ഞാനവും ഇല്ല. ഇത് ഭഗവാൻ തന്നെയാണല്ലോ ചിത്രങ്ങൾ ഉണ്ടാക്കിച്ചതും. തുമാരിയെ ചിത്രശാലാഹേനെ, അതുകൊണ്ട് ബാപ്പണ് നിങ്ങളുടെ ഇതൊരു ചിത്രശാലയാണ്, അതും ബാപ്പണ് പുതുമ കൂടിയതാണ്.
ब्राह्मण कुल के जो देवता बनने वाले होंगे उनकी बुद्धि में ही बैठेगा. ബാപ്പണ് ഈ ചിത്രശാലയിൽ എത്തിപ്പെടുന്നവർ ഈ ചിത്രങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ ബാപ്പ പറയണ് ദേവതാധർമ്മത്തിലുള്ളവരാണല്ലോ, അവരിത് മനസ്സിലാക്കും, അവരുടെ ഭുദ്ധിയിലേ ഇത് നിൽക്കുകയുള്ളൂ. കേങ്കെ ഏത്തോ ടീക്ക്, അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും സത്യമാണ്. കൽ പേലെ ബി ഹംനെ പഠാത്ത ജറൂർ ഭഗവാൻ പഠാത്തെ, കൽപ്പം മുമ്പും നമ്മൾ പഠിച്ചതാണ്, ഭഗവാൻ പഠിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു നിശ്ചയം അവരിൽ വരും. भक्ति मार्ग के शास्त्रों में पहले नंबर में गीता ही है, क्योंकि पहला धर्म ही यह है. ഭക്തി മാർഗത്തിലാണെങ്കിലും എല്ലാ ശാസ്ത്രങ്ങളിൽ വെച്ച് ഒന്നാമനേതാ നമ്പർ 1 അത് ശ്രീമദ് ഭഗവത്ഗീത തന്നെയാണ്. കാരണം ആദ്യത്തെ ധർമ്മമാണല്ലോ. फिर आधा कल्प के बाद उसके भी बहुत पीछे दूसरे शास्त्र बनते. ബാപ്പണ് അരക്കൽപ്പത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത ശാസ്ത്രം തയ്യാറാകുന്നത്. पहले ഇബ്രാഹിം ആയ തോ അക്കേലാത്ത, ആദ്യം വരുന്നത് ഇസ്ലാം ധർമ്മം, ഇബ്രാഹിം നബി വന്നു, അതും ഒറ്റയ്ക്കാണ് വന്നത്. ഫിർ ഏക് സേ ദോ, ദോ സേ ചാർ ഹുയെ. ആ ധർമ്മത്തിലുള്ള ആത്മാക്കൾ ഭൂമിയിലെത്തുമ്പോൾ അവർ ആ ധർമ്മത്തിൽപ്പെട്ടവർ പിന്നീട് എന്താകും, പതിയെ പതിയെ ഇറങ്ങാൻ തുടങ്ങും. 1 നിന്ന് 2 വർദ്ധിക്കും, 2 നിന്ന് 4, അങ്ങനെ ആ ധർമ്മത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ബാപ്പണ് ലക്ഷക്കണക്കിലേക്ക് എത്തും. അപ്പോഴാണ് ശാസ്ത്രങ്ങളൊക്കെ അവരുടെ എഴുതപ്പെടുന്നത്, അതായത് അവരുടെ ധർമ്മഗ്രന്ഥം എഴുതപ്പെടുന്നത്. ഉൻകെ ബി ആധാ സമയ ബാദി ബൻതേ ഹോങ്കെ ഹിസാബ് കിയാ ജാത്താ ഹെ. അവർ വന്നു കഴിഞ്ഞ് പകുതി കഴിയുമ്പോഴേക്കുമാണ് അവരുടെ ധർമ്മഗ്രന്ഥങ്ങളൊക്കെ എഴുതപ്പെടുക. ബച്ചോം കോ തോ ബഹുത് ഖുഷി ഹോനി ചായി. എന്നാൽ കുട്ടികൾക്ക് ഇതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ ബാബ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം ഉണ്ടാകണം. ബാബയിൽ നിന്ന് നമ്മൾ സ്വത്തെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതും. തും ജാൻതേ ഹോ ബാബ ഹംകോ സാരാ ജ്ഞാൻ സൃഷ്ടി ചക്ര ക സംജാത്തെ. അപ്പം നമ്മൾ കുട്ടികൾക്ക് അറിയാം, ബാബ നമ്മൾ കുട്ടികൾക്ക് മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം മനസ്സിലാക്കി തരാണ്. യഹ് ബേഹദ് കി ഹിസ്റ്ററി ജോഗ്രഫി. അപ്പോൾ ബാപ്പണ് ഇതാണ് പരിധിയില്ലാത്ത ഹിസ്റ്ററി ജോഗ്രഫി. सबको बोलो यहाँ വേൾഡ് की ഹിസ്റ്ററി ജോഗ്രഫി സംജായി ജാത്തി ഹെ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, ഇവിടെ പഠിപ്പിക്കുന്നത് എന്താ, വേൾഡ് ഹിസ്റ്ററി ജോഗ്രഫിയാണ്. और कोई सिखला ना सके. എന്നാലോ ഇതിൻ്റെ പ്രത്യേകത എന്താ, ഈ ഒരു സത്യജ്ഞാനം മറ്റാർക്കും പഠിപ്പിച്ചു തരാനും പറ്റുകയില്ല. ബൽ വേൾഡ് കാ നക്ഷ നിക്കാൽത്തേ ഹെ അല്ലേ, ബാബ പറഞ്ഞ വിദ്യാഭ്യാസത്തിലുണ്ടല്ലോ വേൾഡ് മാപ്പൊക്കെ ഉണ്ട്. परंतु उसमें ये कहाँ दिखलाते कि लक्ष्मी नारायण का राज्य कब था. ബാപ്പണ ആ വേൾഡ് ഹിസ്റ്ററിയിൽ എവിടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അതായത് ലക്ഷ്മി നാരായണൻ്റെ രാജ്യം ഉണ്ടായിരുന്നു, എത്ര കാലം ഭരിച്ചു എന്ന്, ഇതൊന്നും അതിൽ കാണിക്കുന്നില്ലല്ലോ. വേൾഡ് തോ ഏക് ഹി ഹെ. ബാപ്പറിന് സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇതൊന്നല്ലേ ഉള്ളൂ. ഭാരത് മേ ഹി രാജ്യ കർക്കെ ഗയെ അബ് നഹി. ബാപ്പണ് ലക്ഷ്മി നാരായൺ ഇതേ ഭാരതഭൂമിയിൽ തന്നെ ഭരിച്ചു പോയവരാണ്, പക്ഷെ ഇപ്പോഴില്ല. യെ ബാത്തേ കിസിക്ക് ബുദ്ധി മേ നഹി ഹെ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ആരുടെ ബുദ്ധിയിലുമില്ല. वो तो कल्प की आयु ही लंबी वर्ष लाखों वर्ष कर देते. ശാസ്ത്രത്തിൽ എന്താണ്, ഒരു കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷാന്തരം വർഷങ്ങൾ എന്ന് എഴുതി വെച്ചു. തും മീറ്റേ മീറ്റേ ബച്ചോं को कोई ജാസ്തി തക്ലീഫ് നഹി ദേത്ത. ബാബ കൂടുതലൊന്നും നിങ്ങൾ കുട്ടികൾക്ക്, മധുരമായിരിക്കുന്ന മക്കൾക്ക് ബുദ്ധിമുട്ടൊന്നും നൽകുന്നില്ല. ബാബ ഒന്നേ പറയുന്നുള്ളൂ, പാവനരാകൂ. പാവൻ ബന്നേ കെ ലിയേ തും ഭക്തി മാർഗ് മേ കിത്തനെ ധക്കേ ഖാത്തെ. ഇത്രയൊക്കെ ബാബ മക്കളെ പഠിപ്പിക്കുന്നത് എന്തിനാ, കാരണം ബാബ പറയുകയാണ് നിങ്ങൾ കുട്ടികൾ പാവനരാകണം. ഭക്തി മാർഗത്തിലും കൂടി പാവനരാകാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയൊക്കെ നമ്മൾ പ്രയത്നിച്ചത്. അബ് സമസ്തേ ഹോ ധക്കേ കാത്തേ കാത്തേ 2500 വർഷ ഗുജർ ഗയേ. അങ്ങനെ ബാബ പറഞ്ഞു തരണ മുക്തിയിലേക്ക് വേണ്ടിയും ആത്മാവിനെ പാവനാക്കാൻ വേണ്ടി ഭക്തി ചെയ്ത് അത്രയും പ്രയത്നിച്ച് ഇപ്പം എത്ര വർഷങ്ങൾ പിന്നിട്ടു, 2500 വർഷങ്ങൾ കഴിഞ്ഞു. अब फिर ബാബ ആയ फिर से രാജ്യഭാഗ്യ ദേനെ. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുകയാണ് മക്കൾക്ക് രാജ്യഭാഗ്യം നൽകാൻ. തുമക്കോ യഹി യാദ് ഹെ പുരാനെ സെ നെയ്യ് और നെയ്യ് സെ പുരാനി ദുനിയ ജറൂർ ഹോത്തി ഹെ. ഇതൊക്കെ മക്കളുടെ ബുദ്ധിയിൽ ഓർമ്മയുണ്ട്, അതായത് പുതിയതിൽ നിന്നും പഴയതും ആകും, പഴയത് പിന്നീട് പുതിയതായി മാറുകയും ചെയ്യും. അബീത്തും പുരാനെ ഭാരത് കെ മാലിക്കോന്. ഇപ്പം നമ്മൾ എവിടെയുള്ളത്, പഴയ ഭാരതത്തിൽ. ഇപ്പോൾ ബാപ്പണി പഴയ ഭാരതത്തിൻ്റെ അധികാരികളാണ് നമ്മൾ. വീണ്ടും നമ്മൾ തന്നെ ആരാകും, പുതിയ ലോകത്തിൻ്റെ അധികാരികളായി മാറും. एक तरफ भारत की बहुत महिमा गाते रहते, दूसरे तरफ फिर बहुत ग्लानी भी करते रहते.
ബാപ്പൻ ഇന്നത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് ഭാരതത്തെക്കുറിച്ച് വളരെയധികം മഹിമകൾ പാടും, മറുഭാഗത്ത് അതേ ഭാരതത്തെക്കുറിച്ച് വളരെയധികം നിന്ദിക്കാറുമുണ്ട്. वो भी तुम्हारे पास गीत हैं, तुम समझाते हो अब क्या क्या हो रहा है. അതിനെക്കുറിച്ചുള്ള പാട്ടുകളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. ബാബ മനസ്സിലാക്കി തരാണ് ഇപ്പോഴെന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏ ദോനോ ഗീത് ബി സുനാന ചായ. അപ്പോൾ ബാപ്പന് ഭാരതത്തെക്കുറിച്ചുള്ള മഹിമയും കേൾപ്പിച്ചു കൊടുക്കണം, അതേ ഭാരതത്തെ നിന്ദിക്കുന്ന വിധത്തിലുള്ള പാട്ടുകൾ ഏതോ അതും കേൾപ്പിച്ചു കൊടുക്കും. തും ബത്താ സക്തേ ഹോ കഹാ രാമരാജ് കഹാ ഹേ. കാരണം ബാപ്പണ് രാമരാജ്യം എവിടെ ഉണ്ടായിരുന്നു, എത്ര ശ്രേഷ്ഠമായിരുന്നു, ഇപ്പോഴുണ്ടായി. ബാബ പറഞ്ഞ ഇതൊക്കെ വ്യത്യാസം പറഞ്ഞു കൊടുക്കും. बाप ही गरीब निवास, गरीबों की ही बच्चियाँ मिलेगी, साहूकारों को तो अपना नशा रहता. ബാബ പറയാണ് ഞാൻ നിർധനരുടെ ബന്ധുവാണ് എന്ന്. അപ്പം ബാബയ്ക്ക് സേവനത്തിന് വേണ്ടിയിട്ട് ബാബ പറഞ്ഞ ദരിദ്രരുടെയാണ് പെൺകുട്ടികൾ ലഭിക്കുന്നത്, കുമാരിമാർ കിട്ടുന്നത്. സമ്പന്നർക്കും അവരുടേതായിരിക്കുന്ന ധനത്തിൻ്റെ ലഹരി ഉണ്ടാകാം. കൽപ്പയിലെ ജോ ആയേ ഹോങ്കെ വഹി ആയെങ്കിൽ എന്നാ. അപ്പോൾ ബാപ്പണ് ഇവിടെ ആരും എത്തിപ്പെടുക, കൽപ്പം മുമ്പ് ആരാണ് എത്തിപ്പെട്ടത് അവർ തന്നെ ഇവിടെ എത്തും. ഫിക്രാക്കി കോയി ബാത് നഹി, ഇവരെൻ്റെ വന്നില്ല ഇത്രയൊക്കെ ജ്ഞാനം കൊടുത്ത. ബാപ്പണ് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ശിവബാബ കോ കബി കോയി ഫിക്രാത്ത് നഹി ഹോഗി, ദാദാക്കോ ഹോഗി. ബാബ പറയുന്നത് ശിവബാബയ്ക്ക് അങ്ങനെ യാതൊരു പ്രയാസമൊന്നുമില്ല, വേവലാദ്യമൊന്നുമില്ല. ഈ കുട്ടി എന്താ വന്നില്ല, ആ കുട്ടി എന്താ വന്നില്ല, ഇല്ല. ബാപ്പണ് അതേ സമയത്ത് ബ്രഹ്മബാബയ്ക്ക് ഉണ്ടാകാം. ഇൻകോ അപ്പനാ ഭി ഫിക്കർ ഹേ, हमको नंबर 1 പാവൻ ബന്നാ ഹേ, ഇസ്മേ ഹി ഗുപ്ത പുരുഷാർത്ഥ. ബ്രഹ്മബാബയ്ക്ക് തൻ്റേതായ ചിന്തയുണ്ട്, കാരണം സ്വയം പുരുഷാർത്ഥം ചെയ്ത് നമ്പർ 1 പാവനമാകണമെന്നുള്ളത്. അതിനുവേണ്ടി ഗുപ്ത പുരുഷാർത്ഥം വേണമല്ലോ. ചാർട്ട് റെക്കനേസ് സമജ്മേ ആത്താ ഹേ. നമ്മൾ നിത്യേന ചാർട്ട് വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇൻകാ പുരുഷാർത്ഥ ജാസ്തി ഹേ. അതുകൊണ്ട് ബാബ പറഞ്ഞ ബ്രഹ്മബാബയുടെ പുരുഷാർത്ഥാണല്ലോ ഏറ്റവും കൂടുതൽ. ബാബ ഹമേശ സംജാത്തെ റഹത്തെ ഡയറി വെക്കും. അതേപോലെ മുന്നേറണമെങ്കിൽ ബാബ എപ്പോഴും മക്കളോട് പറയാറുണ്ട് ഒരു കൊച്ചു ഡയറി വെക്ക്, ചാർട്ട് വെക്ക്. बहुत बच्चे लिखते भी हैं, ചാർട്ട് ലിഖ്നെ സെ സുധർ ബഹുത് ആത്ത. ബാബ പറഞ്ഞ ചില കുട്ടികളൊക്കെ എഴുതാറുണ്ട്, കാരണം ബാപ്പണ് ചാർട്ട് വെക്കുമ്പോൾ, ചാർട്ട് എഴുതുമ്പോഴാണ് നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുക. ഈ യുക്തി ബഹുത് അച്ചി ഹെ. ബാബ പറഞ്ഞ തൻ്റെ ഉള്ളിലെ മാറ്റത്തിന് വളരെ നല്ല യുക്തിയാണ് ചാർട്ട് എഴുതുന്നത്. തോ സബ്കോ കർണാ ചാഹിയെ. അതുകൊണ്ട് ബാബ പറഞ്ഞ ബ്രഹ്മബാബ ഏതുപോലെ ചെയ്ത് അതുപോലെ എല്ലാവരും ചെയ്യണം. ഡയറി വെക്കുന്നതിൽ നിന്നും ബാബ പറഞ്ഞ നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ ലാഭം. ഡയറി റക്കന മാന ബാബ്കോ യാദ് കർണ. ബാപ്പണ്ണ ആരാണോ ചാർട്ട് ബുക്ക് വെക്കുന്നത് എന്ന് വെച്ചാൽ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുക എന്നത് തന്നെയാണ്. ഉസ്മേ ബാബാക്ക് യാദ് ലിഖ്നി ഹേ. ബാപ്പൺ ആ ചാർട്ടിൽ എന്താ എഴുതേണ്ടത്, എത്ര സമയം ബാബ ഓർമ്മിച്ചു എന്നല്ലേ കണക്കൂട്ടി എഴുതേണ്ടത്. ഡയറി ബി മദദ്ഗാർ ബനേക്ക് പുരുഷാർത്ഥ ഹോഗ. അപ്പോൾ ബാബ പറയുന്ന പുരുഷാർത്ഥത്തിന് വേണ്ടി ഡയറിയും കൂടി ഒരു സഹയോഗിയാകും. ഡയറിയാ കിത്തനി ലാക്കോ കറോടോ ബന്തി ഹെ നോട്ട് ആദി കർണിക്കല് അല്ലേ. ബാബ പറയണ് നോക്കൂ ഡയറികളൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉണ്ടാക്കും, കാരണം അതൊക്കെ എഴുതാൻ വേണ്ടി തന്നെയല്ലേ. സബ്സെ മുഖ്യ ബാത്ത് തോ യഹ് നോട്ട് കർണേക്ക്. അതുകൊണ്ട് ബാബ പണി ഇവിടെയും ബാബ പറയുന്നത് എന്താ, ബുക്കിൽ കുറിച്ച് വെക്കണം. യേ കബി ഭൂൽനാ നഹീ ചാഹിയെ. ബാപ്പണി ഇതൊരിക്കലും മറക്കരുത്. ഒരു സമയം ഡയറിമേ ലിഖ്നാ ചാഹിയെ. എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് കിട്ടുന്ന അതൊക്കെ എന്ത് ചെയ്യുക, ഡയറിയിൽ കുറിച്ച് വെക്കാം. रात को हिसाब किताब लिखना चाहिए, फिर मालूम पड़ेगा ये तो हमको घाटा पड़ रहा है. അപ്പോൾ ബാപ്പണ് ഡെയിലി നമ്മുടെ കയ്യിലൊരു നോട്ട് ബുക്ക് ഉണ്ടാവണം, ചെറിയ ഡയറി. പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ പല അച്ഛന്മാർ വീട്ടിൽ ആരാണ് മുതിർന്നവർ, അവരെപ്പോഴും എന്താക്കും, ചെറിയൊരു ഡയറി അവരുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അതിൽ അവർ അന്നന്നത്തെ ചിലവൊക്കെ എഴുതി വെക്കും. 1 രൂപ ഒരാൾക്ക് കൊടുത്താൽ പോലും 50 പൈസക്ക് ഒരു മുട്ടായി വാങ്ങിച്ചാൽ പോലും അത് അപ്പം എഴുതി വെക്കും. അതായത് വലിയ പണ ചിലവായാലും ശരി, ചെറിയൊരു പൈസ ചിലവായാലും ശരി, അവർ അന്നന്നത്തെ കണക്ക് അവർ രാത്രി എഴുതി വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 5 പൈസയുടെ എന്താണ് ചതിവ് പറ്റിപ്പോവുകയില്ല അല്ലേ. അവർക്ക് മുഴുവൻ ദിവസവും ഇപ്പോൾ ചിലവരൊക്കെ ഒരു മാസം ശമ്പളം എടുക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർ കൂടുതലും അവരുടെ കണക്ക് അങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് എന്താ ഒരു മുട്ടും അവർക്ക് ഉണ്ടാവില്ല. അപ്പം അതേപോലെ തന്നെ ബാബ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചാർട്ട് വെക്കാൻ അറിയണം. ഇന്നത്തെ ദിവസം ഞാൻ എത്ര മണിക്ക് എഴുന്നേറ്റ്, ബാബയെ എത്ര സമയം ഓർമ്മിച്ച്, എങ്ങനെ ഓർമ്മിച്ച്, ഓർമ്മയിലൂടെ എനിക്ക് എത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായി,
ആ ഓർമ്മയുടെ ബലം കൊണ്ട് എൻ്റെ മുന്നിൽ വരുന്ന പല വ്യക്തികളും ഉണ്ടാകാം, പല സന്ദർഭങ്ങളുണ്ടാകും, അതിനെങ്ങനെ ഞാൻ നേരിട്ടു, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. അപ്പോൾ ഓരോ ദിവസം എത്ര മാറ്റം എന്നിലുണ്ട്, പൊട്ടിത്തെറിക്കാറുണ്ടോ, ദേഷ്യപ്പെടാറുണ്ടോ, മുഖം വീർപ്പിക്കാറുണ്ടോ, അല്ലെങ്കിൽ മുഖത്തിന് വാട്ടം വരാറുണ്ടോ, സ്വയം മനസ്സിൽ വളരെയധികം ദുഃഖം ഫീൽ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ എനിക്കതിന് തരണം ചെയ്ത് ആരെനിക്ക് നേരെ ഉണ്ടായ അവരുടെ പ്രതി പോലും ശുഭഭാവന. ബാബ ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാബ പണം നമ്മളുടെ ഉള്ളിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ മാറട്ടെ എന്ന് ചിന്തിച്ചല്ലേ ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് ബാബപ്പണ് സഹജയുക്തി പുരുഷാർത്ഥത്തിൽ മുന്നേറാനുള്ള ഒരു സപ്പോർട്ട് പോയിൻ്റാണ് ഇത് ചാർട്ട് വയ്ക്കൽ. ഇപ്പോൾ ബ്രഹ്മബാബ അത്തരത്തിലായിരുന്നു. അതുകൊണ്ട് ബാബപ്പണ് നിങ്ങൾ കുട്ടികളും കൂടി അത് പാലിക്കും. कोई से पैसा भी नहीं मांगना चाहिए. ബാബപ്പണ് ആരിൽ നിന്നും ഒരിക്കലും എന്താകരുത്, പണം യാചിക്കരുത്. രാത്രി कोई हिसाब किताब लिखना चाहिए, फिर मालूम पड़ेगा. രാത്രി നമ്മൾ കണക്ക് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് എനിക്ക് പാളിച്ച പറ്റുന്നത്. ബാബയുടെ മുരളി കേൾക്കുന്നുണ്ട്, സേവ ചെയ്യുന്നുണ്ട്, അമൃത് വേള ചെയ്യുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ? എവിടെയാണ് നഷ്ടം ഉണ്ടാകുമ്പോഴേ ദുഃഖം ഉണ്ടാവും, നഷ്ടം ഉണ്ടാകുമ്പോഴേ സന്തോഷമില്ലായ്മ ഉണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുകയില്ല അല്ലേ? ക്യോങ്കി ജന്മാന്തരಕ್ಕೆ വിക്രം ഭസ്മ കർണ. കാരണം നമുക്കിപ്പോൾ എന്ത് ചെയ്യണം? ജന്മാന്തരങ്ങളുടെ വികർമ്മം ഭസ്മം ചെയ്യണ്ടേ? ബാബ് രാസ്ത ബത്താത്തെ അപ്പനെ ഊപ്പർ റഹം വ കൃപ കർണി. അപ്പോൾ ബാബ അത്തരത്തിലുള്ള വഴികൾ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ബാപ്പണ് തൻ്റെ മേൽ തന്നെ ദയ കാണിക്കണം, കൃപ കാണിക്കണം. എനിക്ക് നന്നാവണമെങ്കിൽ ഞാൻ എന്നോട് തന്നെയാണ് ദയ കാണിക്കേണ്ടത്. ടീച്ചർ തോ പഠാത്തെ ആശീർവാദ് തോ നഹി കരേങ്കേന. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അവരുടെ ഡ്യൂട്ടി എന്താ? പഠിപ്പിക്കുക എന്നുള്ളത്. അല്ലാണ്ട് ആശീർവദിച്ച് മാർക്ക് ഇടാനും പാസ് ചെയ്യാനും പറ്റുമോ? ഇല്ല. ആശീർവാദം അല്ലെങ്കിൽ കൃപ, ദയ, ബാബ പറയണ ഇത് യാചിക്കുന്നതിനേക്കാളും മരിക്കുന്നതാണ് ഉത്തമം. കൊയ്സെ പൈസ ബി നഹി മാംഗ്രി. സൂക്ഷ്മതയിലും സ്ഥൂലതയിലും ബാപ്പണ് യാചന പാടില്ല. ബച്ചോം കോ സക്ത് മനാഹെ. ബാബ ഇതിന് വളരെയധികം തികച്ചും എതിർത്തിരിക്കുന്ന കാര്യമാണ്. ബാബ കേത്തെ ഡ്രാമാനുസർ ജിനോനെ കൽ പേലെ ബീജ് ബോയ വർഷ പായ വോ ആപ്പേ ഹി കരേഗ. ബാബ പണി നിങ്ങളെന്തിനു യാചിക്കാൻ നിൽക്കുന്നത്? ഡ്രാമാനുസരിച്ച് കൽപ്പം മുമ്പ് ഏത് കുട്ടികളാണോ വിത്ത് വിതച്ചൽ, അതുപോലെ തന്നെ സ്വത്ത് നേടിയത്, അവർ സ്വാഭാവികമായിട്ട് ചെയ്യും. തും കോയി കാം കേലിയ മാങ്കോ നഹി. ഒരു കാര്യത്തിന് വേണ്ടി യാചിക്കരുത്. നഹി കരേഗ തോ നഹി പായേഗ. ബാബ പറയണ ചെയ്തില്ല എങ്കിൽ അവർക്കൊന്നും നേടാനും പറ്റില്ല. മനുഷ്യ ദാൻ പുണ്യം കർത്തേ തോ റിട്ടേൺ മേ മിൽത്താ ഹേ ന. ബാബയുടെ മനുഷ്യൻ ദാനപുണ്യം ചെയ്യുമ്പോൾ അതിൻ്റെ റിട്ടേൺ അവർക്ക് കിട്ടാറില്ലേ? രാജാക്കെ ഗർ വ സാവുക്കാർക്കെ ഗർ മേ ജന്മ ഹോത്ത. അത്തരത്തിലുള്ളവരുടെ ജന്മം എവിടെ ഉണ്ടാവും? അല്ലെങ്കിൽ രാജ്യ കുടുംബത്തിലുണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും സമ്പന്ന കുടുംബത്തിലുണ്ടാവും. ജിൻകോ കർണ ഹോഗ വോ ആപ്പേ ഹി കരേഗ, തുംകോ മാംഗന നഹി. ആർക്കാണോ ചെയ്യാനുള്ളത് അവർ അത്തരത്തിൽ ഭാഗ്യം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർ ചെയ്യും. ബാബ പറയണത് നിങ്ങൾ യാചിക്കേണ്ട കാര്യമില്ല. കൽപ്പേലെ ജിനോനെ ജിത്തന കിയ ഡ്രാമാനുസാർ ഉൻസെ കറായിക. ബാബ പറഞ്ഞു തരണ കൽപ്പം മുമ്പ് ആരെത്ര സേവ ചെയ്തോ ഡ്രാമ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. മാംഗനേക്ക് ക്യാ ദർക്കാർ. യാചിക്കേണ്ട ആവശ്യം എന്താ? ബാബ തോ കേത്തെ രഹത്തി ഹുണ്ടി ഭർത്തി രഹത്തി ഹേ സർവീസ് കേലെ. ബാബ പറയാറുണ്ടല്ലോ നിങ്ങളുടെ ഹുണ്ടി നിറയും സർവീസിന് വേണ്ടി. ഹം ബച്ചോं को थोड़े ही कहेंगे पैसा दो. ഭക്തി മാർഗ കി ബാത്ത് ജ്ഞാൻ മാർഗമേ നഹി ഹോത്തി. ബാബ പറഞ്ഞു ഞാൻ മക്കളോട് ആവശ്യപ്പെടാറില്ല പണം കൊടുക്കൂ എന്ന്. കാരണം ബാപ്പയുടെ ഭക്തി മാർഗത്തിലുള്ള കാര്യം ജ്ഞാനമാർഗത്തിൽ നടക്കില്ലല്ലോ. ജിനോനെ കൽ പേലെ മദത് കി. ബാബ വളരെ സ്പഷ്ടമായി പറയുകയാണ്. അതായത് ആർക്കാണോ സത്യുഗത്തിൽ ശ്രേഷ്ഠ പദവി നേടാനുള്ളത്, നേടിയവരായിരുന്നത്, അവരെ ഈ സമയത്ത് പറയാണ്ട് അറിഞ്ഞു ചെയ്യുന്നവർ. അല്ലാത്തവരോട് പറഞ്ഞാലും ബാബ പറഞ്ഞ അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല, അത്തരത്തിലുള്ളൊരു മനസ്സ് അവർക്ക് വരികയില്ല. അതുകൊണ്ട് ബാബ പറഞ്ഞ കയ്യിൽ പണമുണ്ടോയെന്നല്ല. ബാബ പറഞ്ഞല്ലോ ഭക്തിമാർഗത്തിൽ നമ്മുടെ തന്നെ എന്താണ് ഒരു സ്മാരകം ഉണ്ടല്ലോ, സേതുബന്ധനം കെട്ടുമ്പോൾ അല്ലേ, അണ്ണാറക്കണ്ണൻ തന്നാലായാൽ. അണ്ണാറക്കണ്ണൻ ആരെങ്കിലും പറഞ്ഞിട്ടാണോ അത് സേവ ചെയ്തത്? പറഞ്ഞ കടലിൽ പോയി ഫുള്ള് മുങ്ങും, എന്നിട്ട് മണ്ണിൽ കിടന്ന് ഉരുളും, എന്നിട്ട് പിന്നീട് ആ മണൽ കൊണ്ടുപോയിട്ട് ആ ഏതാണോ പാലം കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ പോയിട്ട് ഇങ്ങനെ കുടയായിരുന്നു.
അണ്ണറക്കണ്ണനോട് ആരും പറഞ്ഞതല്ലല്ലോ ഇത് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പം അതേപോലെ തന്നെയാണ്, അത് നമ്മുടെ തന്നെ സ്മാരകമാണ്. ചിലവരുണ്ട് അതുകൊണ്ട് ചെയ്യുന്നു, ഇല്ലാത്തവരുണ്ടാകും എന്തുണ്ടോ അതിൽ നിന്നും ഒരു ഭാഗം ഭഗവാന്റെ കാര്യത്തിലേക്ക് സമർപ്പിക്കും വലിയ മനസ്സോടെ. കുറച്ചാണെങ്കിലും വലിയ മനസ്സോടു കൂടി ചെയ്യുമ്പോണ്ടാകും അതിൻ്റെ പ്രാപ്തി തന്നെ എത്രയോ മടങ്ങ് ഇരട്ടിയായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ബാബ പറഞ്ഞു നിങ്ങൾ ചോദിച്ച് പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നോക്കൂ, നമുക്കറിയാം നമുക്ക് പണമില്ല പറഞ്ഞിട്ട് ഒരു നേരത്തെ ആഹാരം നമ്മൾ കഴിക്കാണ്ടിരിക്കും. പണമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കല്യാണത്തിന് പോവാണ്ടിരിക്കും. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം മുടക്കോ? ഇല്ല. നമ്മളെല്ലാത്തിനും പോകുന്നില്ല ലൗകികത്തിൽ, എല്ലാ കാര്യവും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ബാബയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതാണ് ബാബ ഭാഗ്യത്തിലില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബാബ വലിയൊരു സീക്രട്ട് ബാബ മക്കൾക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ജിനോനെ കൽപ്പയിലെ മദത് കി വോ കർത്തേ രഹേങ്കെ. കൽപ്പം മുമ്പ് ആരാണോ ബാബയുടെ കാര്യത്തിൽ സഹായിയായിരുന്നത് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ബാബ കേത്തെ ബച്ചേ ചന്ദൻ ചീര തും ഇക്കട്ടാ നഹീ കർ സക്തേ, യേ തോ സന്യാസി ലോക് കർത്തേ. ബാബ പറഞ്ഞ നിങ്ങൾ കുട്ടികൾ ഇങ്ങനെ പണം കൂട്ടി വെക്കാനല്ലല്ലോ, അതല്ല സന്യാസിമാരുടെ ഡ്യൂട്ടിയാണ്. അവരാണല്ലോ ഈ പണം വാരി കൂട്ടുന്നത്. ഭക്തി മാർഗ് മേ തോടാ ബി ദേത്താ ഉസ്കാ റിട്ടേൺ ഏക് ജന്മ കെ ലിയേ മിൽത്താ ഹെ. ബാബ പറയുന്ന ഭക്തി മാർഗത്തിൽ കുറച്ച് കൊടുത്താൽ തന്നെ ഭഗവാന്റെ പേരിൽ അതിൻ്റെ റിട്ടേൺ ഒരു ജന്മത്തിൽ ലഭിക്കാറില്ലേ? അപ്പം ഇവിടെ ബാപ്പുണ് ഒരു ജന്മത്തിലേക്കല്ലല്ലോ ബാബ പ്രാപ്തി തരുന്നത്, ജന്മജന്മാന്തരത്തിലേക്ക്. तो ജന്മ ജന്മാന്തർ के लिए सब कुछ देना अच्छा है ना. അപ്പം ജന്മജന്മാന്തരത്തിൻ്റെ പ്രാപ്തിയാകുമ്പോൾ സർവ്വതും സമർപ്പിക്കുന്നതല്ലേ ഉത്തമം. ഇൻകാ तो नाम ബോലാ ഭണ്ഡാരി ഹെ. ബാബയ്ക്കുള്ള പേരെന്താണ്? ബോലാ ഭണ്ഡാരി എന്നാണ്. तुम पुरुषार्थ करो तो विजय माला में पिरोए जा सकते. ഭണ്ഡാർ ഭർപൂർ കാൽ കണ്ടക്ക് ദൂർ ഹെ. പാപ്പണ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യും, അപ്പോൾ വിജയമാലയിൽ മണികളായി കോർക്കപ്പെടാൻ സാധിക്കും. ബാബ പറയണ ബാബയുടെ ഭണ്ഡാരം നിറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള കലഹക്ലേശങ്ങൾ ഇല്ലാതാകുന്നതാണ്. വഹാ കബി അകാലെ മൃത്യു നഹി ഹോത്തി. ബാപ്പണ സത്യുഗത്തിൽ അകാല മരണങ്ങളൊന്നും സംഭവിക്കാറില്ല. യഹാ മനുഷ്യ കാൽസെ കിത്തന ഡർത്തെ അല്ലേ. മരണഭയമാണ് ഇന്ന് ലോകത്തിൽ കൂടുതലും. തൊടാക്കു ചോത്ത തൊമൗത്തി യാദാ ചാത്ത. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ മതി, അപ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് മരണമാണ്. യഹാ വഹാ യെ ക്യാൽ ഹി നഹി തും അമർപുരി മേ ചലത്തെ. അവിടെ അങ്ങനെ ഒരു സങ്കല്പം പോലും വരാറില്ല. കാരണം അത് അമരപുരിയാണ്, ഇത് മൃത്യുലോകമാണ്. ഭാരത് ഹി അമർലോക് മൃത്യുലോക്. ഇതേ ഭാരത അമർലോകമായിരുന്നു, എപ്പോഴെന്തായിരിക്കാണ് മൃത്യുലോകം. തുമാര ആദാ കൽപ്പ ബോത് ചീച്ചി പാസ് ഹുവ നീച്ചെ ഗിർത്തെ ആയെ. ബാബ ഓർമ്മപ്പെടുത്തുകയാണ്, അരക്കൽപ്പത്തോളം നിങ്ങളുടെ കാലങ്ങൾ വളരെയധികം മോശമായി, അതൊക്കെ മറികടന്നിരുന്നു. ബാപ്പൺ അത്രയധികം നിങ്ങൾ പതനത്തിൽ വീണു പോയവരാണ്. ജഗന്നാഥ്പുരി മേ ബോത് ഗന്ദേ ഗന്ദേ ചിത്ര ഹെ. ബാപ്പണ ജഗന്നാഥപുരിയിൽ ദേവതകളെ വളരെ അശ്ലീല രൂപത്തിലാണ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ബ്രഹ്മബാബ ഇതൊക്കെ കണ്ട അനുഭവിയാണ്. ചരോ തരഫ് ഗുമാ ഹുവാ ഹെ. ബാബ ലോകം മൊത്തം സഞ്ചരിച്ചു, ഏകദേശം ഭാരതം മൊത്തം സഞ്ചരിച്ചിട്ടുണ്ട്. जगन्नाथपुरी में बहुत गंदे चित्र है, गोरे से सावरा बना गाँव में रहने वाला था, वास्तव में ये सारा भारत गाँव है. അപ്പോൾ ബാബ പറഞ്ഞു തരുന്ന ബ്രഹ്മാവിൻ്റെ ആത്മാവാണല്ലോ സുന്ദരനായിരുന്നത്, പിന്നീട് ശ്യാമവർണ്ണത്തിലേക്ക് വന്നത്. ബാബ പറഞ്ഞ ഒരു ഗ്രാമത്തിലെ കുട്ടിയായിരുന്നു. സത്യത്തിൽ ബാബ പറഞ്ഞ ഭാരതം തന്നെ ഇന്നൊരു ഗ്രാമമായിരിക്കുകയാണ്. തും ഗാവ് കെ ചോരേ ഹോ. ബാപ്പൺ ഈ ഗ്രാമത്തിലെ കുട്ടികളാണ് നിങ്ങൾ. अब तुम बच्चे समझते हो हम विश्व के मालिक बनते, ऐसे मत समझना हम तो ബോംബെ में रहने वाले. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളാകാൻ പോകുന്നവരാണ്, അല്ലാണ്ട് നമ്മൾ ബോംബെക്കാരാണ് അല്ലെങ്കിൽ കേരളക്കാരാണ്, അങ്ങനത്തെ ചിന്താഗതി ഉണ്ടാകരുത്. ബോംബെ ബി സ്വർഗಕ್ಕೆ ആഗേക്ക. ബാബ പറഞ്ഞ ഈ ബോംബെ സ്വർഗത്തിൻ്റെ മുന്നിൽ എന്താ? കുച്ച് ബി നഹി. ബാബൺ ഒന്നും തന്നെയല്ല. ഏക് പത്തർ ബി നഹി. ബാബൺ ഒരു കല്ലിന് തുല്യവും ഇല്ല. हम गाँव के चोरे निधन के बन गए, अब फिर हम स्वर्ग के मालिक बन रहे, तो खुशी रहनी चाहिए. നമ്മൾ ഈ കൊച്ചു ഗ്രാമത്തിലൊരു കുട്ടി ബാബപ്പണ അനാഥനായിരുന്നു,
ഇപ്പോൾ വീണ്ടും ബാബ നമ്മൾ കുട്ടികളെ സ്വർഗത്തിൻ്റെ അധികാരികളാക്കി മാറ്റുകയാണ്. അപ്പോൾ ബാപ്പന് എത്രമാത്രം സന്തോഷം ഉണ്ടാകണം. അതിൻ്റെ പേര് തന്നെ എന്താണ്? സ്വർഗം എന്നാണ്. ബാപ്പണ് അവിടെ എത്രമാത്രം വജ്രവൈഡൂര്യം പതിപ്പിച്ച കൊട്ടാരങ്ങളായിരുന്നു. സോമനാഥ് കാ മന്ദിർ ഹി കിത്തന ഹീറെ ജൗഹ്റോൻ സെ ബറാ ഹുവാ താ. ബാപ്പണ് സോമനാഥ ക്ഷേത്രത്തിൽ എത്രമാത്രം വജ്രവൈഡൂര്യങ്ങൾ പതിപ്പിച്ചതായിരുന്നു. ആദ്യത്തെ ശിവക്ഷേത്രമായിരുന്നല്ലോ. കിത്തന സൗകാർത്ത, അന്ന് എത്രമാത്രം സമ്പന്നരായിരുന്നു. ബാബ പറഞ്ഞു ഇന്ന് അതേ ഭാരതം ഒരു ഗ്രാമത്തിനെ പോലെയായി. സത്യുഗമേ ബോത് മാലാമാൽ ത. എന്നാൽ ഈ ഭാരതം സത്യത്തിൽ ഉണ്ടായിരുന്നു, വളരെയധികം സമ്പന്ന സമൃദ്ധി ഉണ്ടായിരുന്നു. ഈ ബാത്തെ ദുനിയാമേ തുമാരെ സിവായ് കോയി ബി നഹി ജാനത. ഭാരതം എന്തായിരുന്നു എന്നുള്ളത് ബാബ പറഞ്ഞു നിങ്ങൾ കുട്ടികൾക്കല്ലാതെ ഈ ലോകത്തിലുള്ളവർക്ക് ആർക്കും അറിയില്ല. തും കഹേങ്കെ കൽ ഹം ബാദ്ഷാത്തെ ആജ് ഫക്കീർ ഹെ. ഇപ്പോൾ നമ്മൾ പറയും ഇന്നലെ വരെ നമ്മൾ ചക്രവർത്തികളായിരുന്നു, ഇന്ന് യാചകരായി. ഫിർ ബാബ പറഞ്ഞു വീണ്ടും നമ്മൾ ആരാകും? വിശ്വത്തിൻ്റെ അധികാരി. തും ബച്ചോക്ക് അപ്പനെ ഭാഗ്യ പർ ശുക്രിയ മാനന ചെ. തൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്. ഹം പദമാപദം ഭാഗ്യശാലി ഹെ. സ്വയത്തിനെ തന്നെ ആ ഒരു അഭിമാനം കൊള്ളണം. ഞാൻ തന്നെ പദമാപദം ഭാഗ്യശാലി എന്നുള്ള ആ ഒരു സങ്കല്പം, ആ സ്മൃതി എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. अच्छा, मीठे मीठे सिकिलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ഇന്ന് ധാരണയ്ക്കുള്ള പ്രധാന പോയിൻ്റാണ്. ഒന്ന്, विकर्मों से बचने के लिए इस शरीर में रहते अशरीरी बनने का पुरुषार्थ करना. വികർമ്മങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അശരീരിയായിരിക്കാനുള്ള അഭ്യാസം ചെയ്യണം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അശരീരിയായിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. याद की यात्रा ऐसी हो जो शरीर की विस्मृति होती जाए. അപ്പോൾ ഓർമ്മയുടെ യാത്ര അപ്രകാരത്തിലായിരിക്കണം. അതായത് ശരീരം വിസ്മൃതിയായി പോകണം എന്ന് വെച്ചാൽ ശരീരബോധം തന്നെ, അതിൻ്റെ ഓർമ്മ പോലും നമുക്ക് ഉണ്ടാകരുത്. ആ ഒരു അവസ്ഥയിലായിരിക്കണം യോഗത്തിൻ്റെ സ്ഥിതി. 2, ജ്ഞാൻ കാ മന്ഥൻ കർ ആസ്തിക് ബന്ന. ജ്ഞാനത്തിൻ്റെ മന്ഥനം ചെയ്ത് മനനം ചെയ്ത് ആസ്തികരാകണം. ഒരിക്കലും മുരളി മുടങ്ങരുത്. ഒരിക്കലും മുരളി മുടങ്ങരുത്. अपनी उन्नति के लिए डायरी में याद का चार्ट नोट करना. തൻ്റെ ഉന്നതിക്കായി ഡയറിയിൽ ഓർമ്മയുടെ ചാർട്ട് കുറിക്കണം. ഡയറിയിൽ ഓർമ്മയുടെ ചാർട്ട് കുറിക്കണം. वरदान, रूहानी शक्ति को हर कर्म में यूज करने वाले युक्तियुक्त जीवन मुक्त भव. ആത്മീയ ശക്തിയെ ഓരോ കർമ്മത്തിലും പ്രയോഗിക്കുന്ന, ആത്മീയ ശക്തിയെ ഓരോ കർമ്മത്തിലും പ്രയോഗിക്കുന്ന യുക്തിയുക്ത ജീവൻ മുക്തരായി ഭവിക്കും. യുക്തിയുക്ത ജീവൻ മുക്തരായി ഭവിക്കൂ. विशदीकरण, इस ब्राह्मण जीवन की विशेषता है ही रूहानियत. ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷത തന്നെയാണ് ആത്മീയത. रूहानियत की शक्ति से ही स्वयं को व सर्व को परिवर्तन कर सकते हो. ആത്മീയതയുടെ ശക്തിയിലൂടെ തന്നെയാണ് സ്വയം തന്നെയും സർവരെയും പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കുക. ഈ ശക്തിയിലൂടെ അനേക പ്രകാരത്തിൻ്റെ ശാരീരിക ബന്ധനങ്ങളിൽ നിന്നും, പറഞ്ഞ സ്ഥൂലമായ ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. ഏത് ശക്തി? ആത്മീയ ശക്തിയിലൂടെ.
എന്നാൽ യുക്തിയുക്തരായി ഓരോ കർമ്മത്തിലും പ്രയോഗിക്കുന്നതിന് പകരം लेकिन युक्तियुक्त बन हर कर्म में लूज होने के बजाय എന്നാൽ യുക്തിയുക്തരായി ഓരോ കർമ്മത്തിലും ലൂസ് ആകുന്നതിന് പകരം പറഞ്ഞാൽ അത് കെയർ ചെയ്യാതിരിക്കുന്ന അവസ്ഥയ്ക്ക് പകരം ആത്മീയ ശക്തിയെ പ്രയോഗിക്കുക. ആത്മീയ ശക്തിയെ പ്രയോഗിക്കുക. നമ്മൾ ചിലപ്പോൾ കർമ്മത്തിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നൊരവസ്ഥ വരുമല്ലോ. ചിലപ്പോൾ സാഹചര്യമായിരിക്കാം, ചിലപ്പോൾ കൂടെയുള്ള വ്യക്തികളായിരിക്കാം. അപ്പം അതുകൊണ്ട് ബാപ്പണ അങ്ങനെ അഴിഞ്ഞു പോകുന്നതിന് പകരം, ലൂസാക്കുന്നതിന് പകരം ആത്മീയ ശക്തി കൊണ്ട് അതിനെ യൂസ് ചെയ്യുക. മനസാ വാച്ചോ കർമ്മണ തീനോമേ സാത്ത് സാത്ത് റുഹാനിയത് കി ശക്തി കാ അനുഭവം. മനസാ വാച്ച കർമ്മണ ഇവ മൂന്നിലും ആത്മീയതയുടെ ശക്തിയുടെ അനുഭവം ഉണ്ടാകണം. ആത്മീയതയുടെ ശക്തിയുടെ അനുഭവം ഉണ്ടാകണം. ജോ തീനോമേ യുക്തിയുക്ത ഹേ വോഹി ജീവൻ മുക്ത ഹേ. ആരാണ് ഈ മൂന്നിലും യുക്തിയുക്തരായിരിക്കുന്നത് അവരാണ് ജീവൻ മുക്തർ. അവരാണ് ജീവൻ മുക്തർ. स्लोगन. सत्यता की विशेषता द्वारा खुशी और शक्ति की अनुभूति करते चलो. സത്യതയുടെ വിശേഷതയിലൂടെ സന്തോഷത്തിൻ്റെയും ശക്തിയുടെയും അനുഭൂതി ചെയ്തുകൊണ്ടിരിക്കുക. अव्यक्त इशारे जो भी परिस्थितियाँ आ रही हैं और आने वाली है उसमें विदेही स्थिति का अभ्यास बहुत चाहिए. ഏതെല്ലാം പരിതസ്ഥിതികളാണോ വന്നുകൊണ്ടിരിക്കുന്നത് അതോ വരാനിരിക്കുന്നത് അതിലെല്ലാം വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വളരെ ആവശ്യമാണ്. ആ പരിതസ്ഥിതിയെ മറികടക്കണമെങ്കിൽ ബാബ പറഞ്ഞു നമുക്ക് ഏത് ശക്തി വേണം? വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വേണം. അതുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ച് ഇത് നടക്കില്ല, ഇത് നടക്കാൻ സാധ്യതയില്ല, എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിൽ നിന്നും നീക്കം ചെയ്ത് വിദേഹി സ്ഥിതിയുടെ അഭ്യാസത്തെ വർദ്ധിപ്പിക്കുക. അല്ലേ, മനസ്സിൽ വരുന്ന പല ചോദ്യങ്ങളും സംശയങ്ങളും അതിനെയൊക്കെ നീക്കം ചെയ്ത് കേവലം വിദേഹി സ്ഥിതിയുടെ അഭ്യാസം വർദ്ധിപ്പിക്കുക. विदेही बच्चों को कोई भी परिस्थिति व कोई भी हलचल प्रभाव नहीं डाल सकती. അപ്പം അത്തരത്തിൽ അഭ്യാസികളായിരിക്കുന്ന കുട്ടികൾക്ക് ഏത് പരിതസ്ഥിതിയാകട്ടെ അഥവാ ഏത് പ്രകാരത്തിലുള്ള കോലാഹലങ്ങളാകട്ടെ അവയുടെ പ്രഭാവം ഒരിക്കലും അവരെ അലട്ടുകയില്ല, ഒരിക്കലും അവരതിലേക്ക് പെട്ടുപോവുകയില്ല. അതുകൊണ്ട് ബാപ്പണ് എല്ലാ പ്രകാരത്തിലുള്ള പരിതസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ബാപ്പണ് കഴിയുന്നത് വിദേഹി സ്ഥിതിയുടെ അഭ്യാസം തുടർന്നുകൊണ്ടിരിക്കാം, വർദ്ധിപ്പിക്കാം. ഓം ശാന്തി. बाबा तेरी मीठी मुरली की धूम सुन कर के मन हर्षाए, हो सुन कर के मन हर्षाए. बाबा तेरी मीठी मुरली की धूम सुन कर के मन हर्षाए, हो सुन कर के मन हर्षाए. रास रचाए साथ तुम्हारे
के